നന്ദുവിനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പോലീസ് ട്രെയിനർ. ക്യാമ്പിലേക്ക് വന്ന ഉടൻ തന്നെ എല്ലാവരെയും ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ നന്ദുവിനെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇയാൾ കൊണ്ടുപോവാണ്. ഇയാളാണെങ്കിൽ ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും അയാളുടെ നോട്ടവും ഭാവവും കണ്ടപ്പോ തന്നെ നന്ദുവിന് കാര്യം പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കിട്ട് 2 കൊടുക്കണം എന്നുള്ള മട്ടിലെ 2 കൽപ്പിച്ച് തന്നെയാണ് നന്ദു നിൽക്കുന്നത്. അയാളാണെങ്കിൽ നന്ദുവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചതും നന്ദു ആണെങ്കിൽ അയാളുടെ പോയിന്റിനിട്ട് നല്ലൊരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഈ അടുത്തൊന്നും ഇനി നീച്ചടക്കാൻ പറ്റത്തില്ല. ആ കോളത്തിൽ നന്ദു ആക്കിയിടുന്നുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം മുതൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് ക്യാമ്പിൽ എല്ലാവരും നിൽക്കുന്നതാണ്. ഈ പോലീസ് ട്രെയിനർ ആണെങ്കിൽ ക്യാമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നന്ദുവിന്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, നന്ദു നോക്കി, ആ മൊട്ടത്തലയം വരുന്നുണ്ട്. ഇന്നും അയാൾ നല്ല ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. എന്ത് ചെയ്യാനാ നന്ദു, നിന്റെ കഷ്ടപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. ആ അയാള് വരട്ടെ. ഈ ട്രെയിനർ ആണെങ്കിലോ ഇവര് സംസാരിക്കുന്ന മാത്രം സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. വന്ന പാടെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു രഹസ്യം പറിച്ചത്? ഞാൻ വന്നപ്പോ നിർത്തിയല്ലോ. അപ്പോ എന്നെപ്പറ്റി കാര്യമായിട്ട് എന്തോ പറയാണ് അല്ലേ? അപ്പൊ നന്ദുവിന്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഒന്നുമില്ല സർ. അങ്ങനെ ഒന്നുമില്ലെന്ന് ഒറ്റടിക്ക് പറഞ്ഞാ വിശ്വസിക്കാൻ മാത്രം നീ കരുതുന്നത് പോലെ ഒരു മണ്ടനല്ല ഞാൻ, കേട്ടോ. പിന്നെ ഇവളുടെ കൂടെ നീ നാവ് ചലിപ്പിക്കാൻ നിന്നാലേ പിന്നെ നീ ഇവിടെ നിറങ്ങാൻ കുറച്ച് പൊളിക്കും. സർ, ഞാനതിന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. സാറ് വരുന്നുണ്ടെന്ന് നന്ദുവിനോട് പറഞ്ഞതായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ട്രെയിനിങ് തുടങ്ങണ്ടേ? അതെ സാർ. എന്നാ പിന്നെ തുടങ്ങിക്കോ. നിങ്ങൾ ഒരു 30 പുഷപ്പ് എടുക്കണം. ഒറ്റയടിക്ക് വേണ്ട, നിർത്തി ചെയ്താൽ മതി. സമയം എടുത്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് മുഴുവനും ഒരു 3 തവണ ഓടണം. 3 തവണയോ? എന്താ നിനക്ക് പറ്റില്ലേ? നന്ദുവിന്റെ കൂട്ടുകാരെയാണ് കേട്ടോ ഇത് പറയുന്നത്. സർ, 3 റൗണ്ട് എന്നൊക്കെ പറഞ്ഞ പുഷപ്പ് എടുത്ത പാടെ 3 റൗണ്ടൊക്കെ ഓടാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ പോലീസ് ആവണ്ട, വേറെന്തെങ്കിലും പഠിക്കാൻ പോക്കോ. വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. അതാവുമ്പോ മേലനങ്ങാതെ ജോലി ചെയ്യാം. മടിയെന്ന് പറയുന്നത് പോലീസുകാരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവരെപ്പോഴും നീറ്റ് ആയിരിക്കണം, അതുപോലെ ബോൾഡ് ആയിരിക്കണം. അപ്പൊ നന്ദു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതുപോലെ ഇത്ര ക്രൂരന്മാരും ആവാൻ പാടില്ല. എന്താ നന്ദു എന്തേലും പറഞ്ഞോ? ഒന്നുമില്ല സർ. പറഞ്ഞു. നീ എന്തായിരിക്കും പറഞ്ഞെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആദ്യം 30 പുഷപ്പ്, അതിനുശേഷം നിങ്ങൾ ഒരു 4-5 റൗണ്ട് ഓടിക്കോ. സാർ 3 റൗണ്ടല്ലേ പറഞ്ഞത്? അതെ, സമയം എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. എന്നാ പിന്നെ പൊയ്ക്കേ. അങ്ങനെ എല്ലാവരും കൂടി പുഷപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കൂട്ടത്തിൽ നന്ദുവും പോകുന്നത് കണ്ടപ്പോ ഇയാൾ പറയുന്നുണ്ട്, അതെ നീ എങ്ങോട്ടാ? അല്ല, സാറല്ലേ പറഞ്ഞത് പുഷപ്പ് എടുക്കാൻ. പുഷപ്പ് എടുക്കാൻ ഞാൻ അവരോടല്ലേ പറഞ്ഞത്, നിന്നോടല്ലോ. നിനക്കേ കുറച്ച് കടുകടി ട്രെയിനിങ് തരാം, വാ. സർ, ഇവരെല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തോളാം. എനിക്ക് മാത്രം എന്താ വേറെ ട്രെയിനിങ്? പറഞ്ഞതുപോലെ ചെയ്തോളണം. അല്ലാതെ കയർത്ത് സംസാരിക്കാനാണെങ്കിൽ നീ പോലീസായിട്ട് ഇവിടെ നിറങ്ങില്ല. സർ, ഇങ്ങനെയൊന്നും ഒരു ട്രെയിനർ ബിഹേവ് ചെയ്യാൻ പാടില്ല. നീ എന്താടി എന്നെ പഠിപ്പിക്കാണോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദയായിരിക്കും. സോറി സർ. എന്നാ പിന്നെ വന്നോ. എങ്ങോട്ടാ സർ? പറയാം, നീ ആദ്യം വാ. ശരി സർ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നടന്ന് ഒരു റൂമിന്റെ അടുത്ത് എത്തുന്നുണ്ട്. വാ. സർ, ഇതെന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇതേ ക്യാമ്പിന്റെ ഭാഗം തന്നെയാ. അവസാന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെയായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. സർ, ഇത് കണ്ടിട്ട് ഉപയോഗമില്ലാത്ത സ്ഥലമാണെന്നാ തോന്നുന്നത്. കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എന്നാ പിന്നെ ഉപയോഗമില്ലാത്ത സ്ഥലമായിരിക്കും. സർ പ്ലീസ് സർ, ഞാൻ അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്തോളാം. സർ പറയുന്ന എന്ത് വേണമെങ്കിലും കേൾക്കാം. പറയുന്നതൊക്കെ കേൾക്കുമെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടുന്ന് പോവാൻ ശ്രമിക്കുന്നത്? നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയൊന്നുമില്ല സർ. നീ 5 ആണുങ്ങളെയൊക്കെ ഒരുമിച്ച് കുത്തിമറിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ എന്റെ കൈയൊടിയാൻ കാരണക്കാരി നീ തന്നെ ആയിരിക്കുമല്ലേ? സർ, അത് ഞാനൊന്നും ചെയ്തതല്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വിട്ടു. നിനക്ക് ഇവിടെ വെച്ച് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് തരുന്നത്. ഇവിടെ എന്ത് ട്രെയിനിങ്ങാ സർ? ട്രെയിനിങ് ഇട്ടെന്ന് കൂട്ടിക്കോ, തുടങ്ങിക്കോ, ഞാനൊന്ന് കാണട്ടെ. ഇതും പറഞ്ഞ് അയാളെ നന്ദുവിനെ കൊണ്ട് അവിടെ നിന്ന് പുഷപ്പ് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയും ഗ്ലാസും ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. മദ്യമാന്നിട്ടോ അയാളുടെ കയ്യില്. ഇത് കണ്ട പാടെ തന്നെ നന്ദു എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സർ ഇത് മദ്യമല്ലേ? സർ, നിങ്ങളല്ലേ ഓരോ വ്യക്തിക്ക് മാതൃകയാവേണ്ടത്. നിങ്ങൾ തന്നെ ഇങ്ങനെ ലഹരിക്ക് അടിമയാവുകയാണോ? ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിലൊന്നും വലിയ കാര്യമില്ല. പുറമേ അങ്ങനെയാണെങ്കിലും എല്ലാ പോലീസുകാരും അകത്ത് വേറൊരു രീതിയാണ്. നന്ദുവിനൊരു ഗ്ലാസ് ഒഴിക്കട്ടെ? നോ സർ, ഞാൻ ഇതൊന്നും കഴിക്കില്ല. കഴിക്കില്ലെന്നാ? പോലീസുകാരുടെ പേര് പറയിപ്പിക്കരുത്. സർ, പോലീസുകാര് മദ്യം കഴിക്കാൻ പാടില്ല. അതൊക്കെ ലഹരി വിരുദ്ധമാണ്. ആയിക്കോട്ടെ, എല്ലാവരുടെ മുന്നിൽ വെച്ച് കഴിക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചേ. നോ സർ, എനിക്കൊന്നും വേണ്ട. ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, കഴിക്കാറില്ലേ? കുടിക്കണേ ഇത്. സർ, നോ സർ, എനിക്കിത് വേണ്ട. സർ, ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ മദ്യം കുടിപ്പിക്കൽ? ചോദ്യം വേണ്ട, മര്യാദയ്ക്ക് ഇത് കുടിക്കി. നോ സർ, ഞാൻ കുടിക്കില്ല. അപ്പൊ നീ കുടിക്കില്ലല്ലേ? ഇല്ല സർ. എന്നാ വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അയാളെ 2-3 ഗ്ലാസും ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുന്നുണ്ട്.
എന്താ ഇയാളുടെ ലക്ഷ്യം? ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? രക്ഷപ്പെടാൻ കഴിയില്ല നിനക്ക്. ആ ഡോറെ ഞാൻ അടച്ചിരിക്കുക. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ നന്ദുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരട്ടോ. നന്ദു ആണെങ്കിൽ പിന്നിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സർ, എന്താ സർ ഇതൊക്കെ? സർ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? നിന്നെ പോലൊരു സുന്ദരി പെണ്ണ്, അതും ഇത്ര ബോൾഡായൊരു പെണ്ണ് എന്റെ മുന്നിൽ ഉണ്ടാകുമ്പോ പിന്നെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുക, കൺട്രോൾ ചെയ്ത് നിൽക്കുക? സർ, വേണ്ട സർ, സർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സർ. എന്നിട്ട് അയാൾ നേരെ അയാളുടെ കൈ പൊക്കിയിട്ട് നന്ദുവിന്റെ മുഖത്ത് തൊടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ നന്ദു അയാളുടെ പോയിന്റ് അടിച്ച് തകർക്കുന്നുണ്ട്. അയ്യോ എടി, നീ എന്താണ് ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നന്ദു രണ്ടെണ്ണം അയാൾക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാളെ തറയിലേക്ക് വീഴ്ത്തിയിരുന്നുണ്ട്. താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? തന്നെയൊക്കെ ആരാ പോലീസുകാരനാക്കിയത്? പോലീസുകാരനാണത്രേ, നേരും നിറയില്ലാത്ത പോലീസുകാരൻ. ഇതും പറഞ്ഞ് നന്ദു അവിടെ തുപ്പിയിട്ട് അവിടുന്ന് ഡോറ് തുറന്ന് പോവാണ് കേട്ടോ. പുറത്തിറങ്ങിയ പടം തന്നെ നന്ദു ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഈ കരച്ചിൽ കണ്ടുകൊണ്ട് തന്നെ നന്ദു ഒരു കൂട്ടുകാരി അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദു, നിന്നെ അയാൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഒന്നും പറയണ്ട, അയാൾ എന്നെ ആളില്ലാത്ത മുറിയിലേക്കാ കൊണ്ടുപോയത്. എന്നിട്ട് അയാൾ ഉപദ്രവിച്ചൊന്നുമില്ല. അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അയ്യോ, എന്നിട്ട് എന്താ ചെയ്തത്? ഞാനൊന്നും നോക്കിയില്ല, അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു. അയ്യോ, ഇതിന് വല്ല കേസാവോ നന്ദു? നിനക്കിനി പോലീസാവാൻ പറ്റില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അയാൾ എന്നെ പിടിക്കുമ്പോൾ ഞാൻ വെച്ചു കൊടുക്കണമായിരുന്നു. പെണ്ണിന്റെ മുകളിലേക്ക് അയാളുടെ കൈ ഉയർന്നെങ്കിൽ പിന്നെ ആ കൈ വെട്ടി വീഴ്ത്തണം. അതാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോടാണ് അയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ എങ്ങനെയാ പ്രതികരിക്കുക? ഞാനും നന്ദു ചെയ്തത് തന്നെ ചെയ്യുള്ളൂ. നന്ദു, നീ ചെയ്തത് തന്നെയാണ് ശരി. ആ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ വീട്ടിൽ വിളിച്ചറിയിക്കി. പ്രത്യേകിച്ച് നിന്റെ ചേച്ചിയില്ലേ, അവര് വിചാരിച്ച എന്തെങ്കിലും നടക്കും. ഈ മൂർത്തി സാറ് വലിയ മനുഷ്യനല്ലേ, അദ്ദേഹം വിചാരിച്ച ചിലപ്പോ എന്തെങ്കിലും നടക്കും. അതെ, അത് ഞാൻ ആലോചിക്കായില്ല. എന്തായാലും ഞാൻ എന്റെ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. ശരി നന്ദു. അങ്ങനെ നയനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് നന്ദു. നയനയുടെ അടുത്താണെങ്കിൽ ആദർശ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോ നയന ഫോൺ എടുക്കുന്നുണ്ട്. നന്ദു എന്ത് ഈ സമയത്ത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ നീ ആദ്യം ആ ഫോൺ അറ്റൻഡ് ചെയ്യും. എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാലോ? ആദർശേട്ടാ, നന്ദുവിന്റെ ട്രെയിനിങ് ടൈം ഇത്. അവൾ ഈ സമയത്ത് വിളിക്കാറില്ല, എന്തായാലും എടുത്തു നോക്കട്ടെ. ഇതും പറഞ്ഞ് നയന ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ചേച്ചി. ആ മോളെ, നീ എന്താ ഈ സമയത്ത് വിളിച്ചേ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാനന്ന് ആ ട്രെയിനറെ കുറിച്ച് പറഞ്ഞില്ലേ, അയാൾ ആളത്ര വെടിപ്പല്ലെന്ന്. അയാൾ ഇന്നെന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ചേച്ചി. എന്താ നീ പറഞ്ഞത്? അതെ ചേച്ചി, എന്നെ മാത്രം അയാൾക്ക് കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇന്നെന്നെ ആരും ഇല്ലാത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അയ്യോ ആദർശേട്ടാ, എന്തു പറ്റി നയനെ? അച്ഛനോടും അമ്മയോടും വിളിച്ച് എനിക്കിത് പറയാൻ പറ്റാത്ത അവസ്ഥയാ. മോള് വിഷമിക്കണ്ട. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാനും ആദർശേട്ടനും ഇന്ന് തന്നെ അങ്ങോട്ട് വരാം. ചേച്ചി, ധൃതി പിടിച്ചൊന്നും വരണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നേ പറ്റൂ. മോള് ഫോൺ വെക്ക്, ഞാൻ ആദർശേട്ടനുമായിട്ട് സംസാരിക്കട്ടെ. ശരി ചേച്ചി. അങ്ങനെ അവർ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് വെക്കുന്നുണ്ട്. എന്തു പറ്റി നയനെ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ ആദർശേട്ടാ, ആ ട്രെയിനർ അത്ര വെടിപ്പൊന്നും അല്ല. അയാളെ കുറിച്ച് നന്ദു മുൻപ് പറഞ്ഞിരുന്നില്ലേ, അയാൾ ഇന്ന് നന്ദുവിനെ പിടിക്കാൻ ശ്രമിച്ചെന്ന്. നന്ദുവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നോ? അയാളൊരു പോലീസല്ലേ? അതെ, ആ പോലീസുകാരൻ തന്നെയാ ഈ വൃത്തിയേട് കാണിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ നയനെ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. മുത്തശ്ശനോട് പറഞ്ഞ് ട്രെയിനറെ മാറ്റാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അതെ ആദർശേട്ടാ, ഇനിയും അയാൾ തുടർന്ന് അത് നന്ദുവിന്റെ ജോലിക്ക് തടസ്സമാവും. അതെ, എന്ത് വേണമെന്നുള്ളത് മുത്തശ്ശനോട് ആലോചിച്ച് തീരുമാനിക്കാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനെയും ഈ പോലീസുകാരനെയാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഇൻസ്പെക്ടറുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നന്ദന, നിങ്ങൾ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പോലീസ് ആവണമെന്നില്ലേ? നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ. നിങ്ങളെന്താ അനാവശ്യമായിട്ട് എല്ലാവരും തല്ലാൻ ഇറങ്ങിയതാണോ? സർ, എന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോടാ ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അതിന് ഇയാൾ തന്നോട് മോശമായിട്ട് എന്ത് പെരുമാറിയെന്നാ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് നീ ഇയാളായിട്ട് മര്യാദയ്ക്ക് പെരുമാറി. സർ, സത്യം അതൊന്നും അല്ല. എന്റെ ഭാഗം കൂടി സാർ കേൾക്കണം. ശരി, എങ്കിൽ പറ, എന്താ ഉണ്ടായത്? സർ, ഇയാൾ എന്നെ മാത്രം മാറ്റി നിർത്തി എനിക്ക് വേറെ ട്രെയിനിങ്ങാ തരുന്നത്. ബാക്കിയുള്ളവരെ പോലെയല്ല ഈ സാറ് എനിക്ക് ട്രെയിനിങ് തരുന്നത്. എനിക്ക് വേറെ ട്രെയിനിങ്ങും അവർക്ക് വേറെ ട്രെയിനിങ്ങും. ചില ആളുകൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ചില സന്ദർഭങ്ങളിൽ അവർക്ക് വേറെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതിലെന്താ ഇത്ര അത്ഭുതം? ആയിക്കോട്ടെ സർ, പക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഇദ്ദേഹം എനിക്ക് ഡെയിലി തരുന്ന വർക്കൗട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സാറ് പോലും തലയിൽ കൈവെക്കും. ഓഹോ, അതിന് മാത്രം താൻ എന്താടോ ഈ കുട്ടിക്ക് കൊടുക്കാറ്? അയ്യോ സർ, ഇവള് പച്ച കള്ളം പറയുവാ. ഞാൻ ഇവൾ അങ്ങനെ മാറ്റി നിർത്താറൊന്നുമില്ല. സംശയമുണ്ടെങ്കിൽ സാർ സന്ദീപിനോട് ചോദിച്ചു പോകും, അവരും ഇവരുടെ കൂടെ തന്നെയല്ലേ? അപ്പൊ നന്ദു പറയുന്നുണ്ട്, സർ, സന്ദീപും ഈ സാറും കൂടി ഒറ്റക്കെട്ടാ. അതുകൊണ്ട് സന്ദീപ് ഈ സാറിന്റെ കൂടെ നിന്ന് സംസാരിക്കൂ. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളോട് ചോദിക്കും സർ. സന്ദീപിന്റെ കൂടെ നിൽക്കുന്ന ആളോട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ കൂട്ടുകാരിയോട് എന്തിനാ ചോദിക്കുന്നത്? ഇവിടെ CCTV ഫുട്ടേജ് ഉണ്ടല്ലോ, ഞാനത് ചെക്ക് ചെയ്തോളാം. ഓക്കെ സർ, അതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇത് കേട്ടപ്പോ ഈ ട്രെയിനർ ഒന്ന് പതറിപ്പോകുന്നുണ്ട് കേട്ടോ. സർ, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സർ. അതെന്താ ആവശ്യമില്ലാത്തത്?
താൻ ഈ കുട്ടിക്ക് മാത്രം വേറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. അത് മാത്രമല്ല സർ, ഇയാൾ ഇന്നലെ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. എന്നെ ആരും ഇല്ലാത്തൊരു മുറിയിലേക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി കൊണ്ടുപോയി. എന്ത്, ആരും ഇല്ലാത്ത മുറിയിലേക്ക് കൊണ്ടുപോയെന്നോ? അതെ സർ, ആരും ഇല്ലാത്ത മുറിയിലേക്ക് ഇയാൾ എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഇയാൾ പരസ്യമായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചിട്ട് എനിക്ക് ഇയാൾ നീട്ടി എന്നോട് കഴിക്കാൻ നിർബന്ധിച്ചു. കഴിച്ചില്ലെങ്കിൽ ഈ സാർ എന്നെ കൊണ്ട് കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ഛേ, എന്താടോ ഇത്? ഈ കുട്ടി പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? സർ, ഇവള് പച്ചക്കള്ളം പറയുക. ഞാൻ എത്ര ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാ. ഇന്ന് വരെ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ സർ? സർ, എന്നോട് മാത്രം ഇദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ വൈരാഗ്യമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇനി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. ഇതിപ്പോ ആരുടെ ഭാഗത്താണ് ഞാൻ നിൽക്കേണ്ടത്? സർ, ഡെയിലി ഞാൻ നല്ല ടയർഡാ. ഇദ്ദേഹം എനിക്ക് ഒരുപാട് ട്രെയിനിങ് തരുന്നുണ്ട്. ദിവസേന കഷ്ടപ്പെടുത്തുക സർ. എടോ, ഈ കുട്ടി പറയുന്നതൊക്കെ ശരിയാണോ? അല്ല സർ, കള്ളം, പച്ച കള്ളം. ഇവളെ പേരും കള്ളിയാ സർ. വന്നപ്പോൾ മുതൽ ഞാൻ ഇവളെ നോട്ട് വിട്ടതാ. ഇവൾക്ക് വേറൊരു സ്വഭാവം. എല്ലാരെയും പോലെയല്ല, ഇവള് വലിയ ബോൾഡാന്ന് ഇവളുടെ വിചാരം. അത് ആദ്യം മുതലേ ഉണ്ടായതുകൊണ്ടാ ഇവളെ ഞാൻ മാറ്റി നിർത്തിയത്. അങ്ങനെയൊന്നും അല്ല സർ. ഞാൻ ഈ സാറ് എന്നും പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ സാറിനോട് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നീയാണോ ഇവളാണോ കുറ്റക്കാരി എന്ന്. ആ സമയത്താണ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഹലോ, സർ. ശരി സർ, ഓക്കെ സർ, ഓക്കെ ചെയ്യാം. ഓക്കെ സർ. ഇതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എടോ, തനിക്ക് ഭാഗ്യമില്ലല്ലോടോ. എന്താ സർ? തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. എന്നെ സസ്പെൻഡ് ചെയ്യാനോ? അതെ, താൻ ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയെന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പരാതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് പരാതി തന്നിരിക്കുന്നതെന്നറിയോ? മൂർത്തിസ് ജ്വല്ലറിയുടെ ഉടമ മൂർത്തി സർ. അദ്ദേഹം മുകളിലേക്ക് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തന്നെ സസ്പെൻഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ലെറ്റർ റെഡിയാക്കി തരാം. ഇവിടുന്ന് പോവാനുള്ള പണിയെടുത്തോ. സർ, ഞാൻ എങ്ങോട്ട് പോവാനാ സർ? എന്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ട്. ഒരിക്കലും ഉണ്ടാവില്ല. മൂർത്തി സാറെ പോലെ ഒരാൾ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം കാണും. തന്നെ ഞാൻ ഇന്നലെ കാണുമല്ലോ. താൻ ഒരുപാട് സസ്പെൻഷൻ വാങ്ങിയിട്ടുള്ളതല്ലേ. പിന്നെ ഈ ഒരു ചോദ്യമെടുപ്പ് അതൊന്ന് ജസ്റ്റ് അറിയാൻ മാത്രം. കുട്ടി ധൈര്യമായിട്ടിരിക്കൂ, പൊയ്ക്കോളൂ. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പുതിയ ട്രെയിനർ നിയമിക്കാം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ശരി സാർ, അതൊന്നും മനസ്സിൽ വെച്ച് നിൽക്കരുത് കേട്ടോ. ശരി, ഓക്കെ. അങ്ങനെ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും നൈനയും ആദർശും ക്യാമ്പിൽ എത്തുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.